ഇസ്രായേൽ മക്കള് മരുഭൂമിയിൽ 40 വർഷങ്ങൾ ജീവിച്ചപ്പോൾ കൃഷിയും കച്ചവടമൊന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ. നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കിയാൽ വെള്ള പുതച്ചതുപോലെ, മഞ്ഞ് വീണതുപോലെ വീടുകൾക്ക് ചുറ്റും എന്തോ വീണ് കിടക്കുകയാണ്. അത് അവർക്കുള്ള ആഹാരമാണ്. കൃഷിയില്ലാതെ തന്നെ സ്വർഗത്തിലെ ദൈവം അവരുടെ വീടിൻ്റെ മുറ്റത്ത് മന്ന ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് കുടിപാർപ്പുള്ള ദേശത്ത് അവരെത്തുന്നത് വരെ ആ പ്രക്രിയ ദൈവം തുടർന്നുകൊണ്ടിരുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നമ്മളോട് ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ അന്ന് മന്ന പൊഴിക്കുകയില്ല. ഇത് നേരെ തിരിച്ച വഴക്കാളികൾക്ക് വന്ന് പൊഴിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. പിന്മാറ്റക്കാരുടെ വീട്ടിൻ്റെ മുമ്പിലും അത് പൊഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് സന്തോഷമുള്ളവരായിട്ട് ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യുന്ന പോലെ ദൈവം നമ്മളോട് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ മേൽവിലാസം കാണുകയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ മന്നയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മയിൽ വന്നത് ഞാൻ പറയട്ടെ. മന്ന ദൈവം പൊഴിച്ചു കൊടുത്തതല്ലാതെ പെറുക്കി കൊടുത്തതായിട്ട് കാണുന്നില്ല. അതും കൂടെ ദൈവത്തിന് അങ്ങ് ചെയ്തു കൂടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത്. ചിലോ ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്യും, നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് വേണ്ടി അവശേഷിപ്പിക്കുകയാണ്. ഇവിടുത്തെ നമ്മുടെ തീം പ്രധാനമായിട്ട് ശുദ്ധീകരണം എന്നുള്ളതാണ്. എനിക്കതിനെക്കുറിച്ച് ഒത്തിരി ആശയങ്ങളൊക്കെ ഉണ്ട്. ദീർഘമായിട്ട് പ്രസംഗിക്കാനുള്ള പരിചയവും കുറേയൊക്കെ ഉണ്ട്. എന്നാൽ സാഹചര്യ ബോധം കൂടെ മനുഷ്യന് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ ദീർഘമായ ഒരു പ്രസംഗം പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒരു യുഗാന്ത്യ വേളയിലാണ് വന്നെത്തിയിരിക്കുന്നത്. ഒരു 12,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അപ്പോസ്തലന്മാരൊക്കെ ലേഖനങ്ങൾ എഴുതുമ്പോൾ അന്ത്യകാലമെന്നും യുഗാവസാനമെന്നും ലോകാവസാനമെന്നും ഒക്കെ അവർ കുറിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇത് യുഗാവസാനത്തിൻ്റെ അന്ത്യഭാഗമാണ്. എന്നുവെച്ചാൽ നമ്മൾ എത്രമാത്രം യാഥാർത്ഥ്യങ്ങളോട് അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതിനെയാണ് അത് കാണിക്കുന്നത്. വാസ്തവത്തിൽ ആവശ്യമായ സത്യങ്ങളൊക്കെയും കർത്താവിൻ്റെ ദാസന്മാർ ഇന്നലെയും ഇന്നും മറ്റു ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മളെ അറിയിച്ചു കഴിഞ്ഞിരിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നത് ഒന്ന് ഓർപ്പിച്ച് ഉണർത്തുക എന്നുള്ളതാണ്. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, അവർക്ക് പരീക്ഷയുടെ ദിവസങ്ങൾ ആകുമ്പോൾ സ്റ്റഡി ലീവൊക്കെ കിട്ടുമ്പോൾ അവരിങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കും. പരീക്ഷാ ഹോളിലോട്ട് കയറുന്നതിന് മുമ്പേ ഒരു പഠിത്തമുണ്ട്. നിങ്ങൾക്കത് പരിചയം കാണും. പ്രൈസ് ദി ലോർഡ്. അതുപോലുള്ള ഒരു സമയമാണിതെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിത്യത നമ്മോട് വളരെ അടുത്തിരിക്കുകയാണ്. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട പലരും ഇന്ന് LKG പഠിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ നമ്മുടെ കർത്താവ് ഹൃദയസ്പർശകമായി പറഞ്ഞ ഉപമകളുണ്ട്. അതിലൊരു ഉപമ നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ്. അതിനകത്ത് ഉപദേശങ്ങളെല്ലാം ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരാശയം എൻ്റെ അറിവിൽ ഇങ്ങനെയാണ്. ഈ യാത്രക്കാരൻ ഒരു യഹൂദനാണ്. അവന് യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുകയാണ്. ആ യാത്ര അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. കാരണം യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഒരു ബാഡ് അല്യൂഷൻ, ഒരു നല്ലതല്ലാത്ത ഒരാശയം അതിനകത്ത് ധ്വനിക്കുന്നുണ്ട്. പോട്ടെ, എന്തെങ്കിലുമാണ്. ആ യഹൂദൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ മുറിവേൽപ്പിച്ചു, കൊള്ള ചെയ്തു. അവൻ അവിടെ കിടക്കുമ്പോൾ
ഒന്ന് രണ്ട് ആളുകൾ അതിലെ കടന്നു പോയതായിട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞു. യഹൂദനാളിൽ മുറിവേറ്റ് കിടക്കുന്നത്, ആ യഹൂദനോട് ഏറ്റവും ബന്ധപ്പെട്ട 2 പേരാണ് കടന്നു പോയത്. കർത്താവ് വെറുതെ അങ്ങ് പറഞ്ഞതല്ല, അതെല്ലാം അർത്ഥഗർഭമായി തന്നെ പറഞ്ഞതാണ്. ഒരു ലേവ്യനും ഒരു പുരോഹിതനുമാണ് കടന്നുപോയത്. ജനങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് യഹൂദനെക്കുറിച്ച് തികഞ്ഞ ഉത്തരവാദിത്വമുള്ള 2 പേരെയാണ് അവിടെ കർത്താവ് കാണിച്ചത്, ഒരു പുരോഹിതനും ഒരു ലേവ്യനും. ഞാൻ എങ്ങനെ പറയുമ്പോൾ ആർക്കും എന്നോട് പണക്ക് തോന്നരുത്. ഒരു പാസ്റ്ററും ഒരു ബൈബിൾ സ്കൂൾ സ്റ്റുഡൻറ്റും, അവർ 2 പേരും ഇത് കണ്ടു. നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ആളായി കിടക്കുന്നെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദ്യനായിരുന്നുകൊണ്ട് അവിടുത്തെ ഒരു ഫ്രേസ് ഇവിടെ അങ്ങ് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഇതേ തൊടാൻ പോയാലുണ്ടല്ലോ നമ്മൾ പോകുന്ന കൂദാശ മുടങ്ങും. അതുകൊണ്ട് ഇതിനേക്കാൾ അത്യാവശ്യം വേറെ നമ്മുടെ കയ്യിലുണ്ട്, അവിടേക്ക് പോകാം എന്ന് വെച്ച് ഈ മരണാസന്നൻ്റെ കാര്യം കളഞ്ഞിട്ട് കാര്യപരിപാടികൾ നിവർത്തിക്കുന്നതിന് വേണ്ടി, ചടങ്ങുകൾ കൂദാശകൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി അവർ തിരിഞ്ഞുപോയി. സ്വന്തക്കാർ കളഞ്ഞേച്ച് പോയ ഒരു മനുഷ്യനെ പിന്നെ ആരാണ് സംരക്ഷിക്കുന്ന? ആരുമില്ലല്ലോ. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കിടക്കുന്നവനുമായിട്ട് കുലബന്ധം പോലും ഇല്ലാത്ത ഒരുത്തൻ അതിലേക്ക് കടന്നു വന്നു. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന യഹൂദന്മാർക്കും സമറിയർക്കും തമ്മിൽ ബന്ധമില്ലെന്നാണ്. ലീഗലായിട്ട് ഒരു ബന്ധവുമില്ല. അവർ കടന്നു പോയാലും ഒരു കുറ്റവുമില്ല. എന്നാൽ അങ്ങനെ കടന്നു പോകാൻ ആ സമരക്കാരന് മനസ്സ് വന്നില്ല. അവനൊരു വാഹനമൃഗത്തിന് മേലാണ് വന്നത്. പക്ഷേ അവൻ എന്തു ചെയ്തു? അവൻ്റെ വാഹന മൃഗത്തെ മറ്റൊന്നിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് അവൻ തയ്യാറായി. അവൻ്റെ സുഖങ്ങളെ റെഡ്യൂസ് ചെയ്തു. ഈ അർത്ഥപ്രാണനെ താങ്ങിയെടുത്തു. തനിക്ക് കുടിക്കാനുള്ള വീഞ്ഞ് അവൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തു. തനിക്കൊരു മുറിവ് ഉണ്ടായാൽ അതിന് ഉപയോഗിക്കാൻ കരുതിയിരുന്ന ഓലിവെണ്ണ ഈ അർത്ഥപ്രാണൻ്റെ ശരീരത്തെ മുറിവുകളുടെ മേൽ പൂശി. എന്നിട്ട് തൻ്റെ വാഹനമൃഗമാകുന്ന കഴുതയുടെ പുറത്ത് ഇവനെ കയറ്റി താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്ന ആ ചിത്രം പെന്തിക്കോസുകാർക്ക് പോലും ഒരു വെല്ലുവിളിയായിട്ട് അവശേഷിക്കുക. എന്നിട്ട് ഈ പോകുന്ന വഴിക്കൊരു സംഭവം, ഇതൊക്കെ പണ്ട് കാലത്തെ ജോഗ്രാഫിയും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ള വിവരണങ്ങളാണ്. വഴിയിൽ തട്ടുകട എന്നുള്ള വാക്ക് അത്ര ശരിയല്ല, ഒരു ചെറിയ ക്ലിനിക്ക്, ഒരു അല്പം ആഹാരമൊക്കെ കിട്ടും. പിന്നെ ഫസ്റ്റ് എയ്ഡിനുള്ള ചില സഹായങ്ങളൊക്കെ അവിടെ കിട്ടും, ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് യാത്രപ്രാണനെ ഏൽപ്പിച്ചേച്ച് ഈ സമരക്കാരൻ ഈ ക്ലിനിക്കുകാരോട് പറഞ്ഞത്, ഞാൻ ഇത്രയൊക്കെ ചെയ്തു. നമ്മളാണെങ്കിൽ പറയും, ഇനി കൂടുതലൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്, എൻ്റെ മാക്സിമം ഞാൻ ചെയ്തു. കണ്ടോ, നമ്മുടെ ഫ്രേസുമായിട്ട് എന്ത് അകലം ഉണ്ടെന്ന് ഞാൻ നോക്കുക. എന്നാൽ ഈ സമറിയൻ പറഞ്ഞത്, ഞാൻ ഇത്രയും ചെയ്തതുകൊണ്ട് ഞാൻ ക്ഷീണിച്ചില്ല, മതിയാക്കുന്നില്ല, ഞാൻ ഇനിയും വരുമ്പോൾ ഇവൻ്റെ നാമത്തിൽ ഇവനെ പെർഫെക്റ്റ് ആക്കുന്നതിന് വേണ്ടി, പൂർണ്ണനാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെലവുകൾ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ അവസാന കാശ് വരെ ഞാൻ തന്ന് തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പോയതായിട്ടാണ് ആ ഉപമ. ഈ കഥയുടെ ആത്മീയ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ അതിനകത്ത് ഞാൻ ഇനിയും വരുമ്പോൾ ഞാൻ എല്ലാം ചെയ്ത് തീർക്കാം എന്ന് പറഞ്ഞ ആ ശബ്ദമാണ് ഈ ഉപമയുടെ ഒരു വ്യാഖ്യാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ലോകത്തിൽ അനേകം ആളുകൾ നമ്മളെ ഒഴിഞ്ഞു പോകുന്നവരാണ്. കണ്ടും കാണാതെയും എന്നൊക്കെ പാട്ടിനകത്ത് നമ്മൾ പാടുന്നില്ലേ, അങ്ങനെ പോകുന്നവരാണ്. എന്നാൽ ഇവിടെ ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞ ഒരു ശബ്ദം, ഞാൻ മതത്തെ കുറ്റിപ്പറയല്ല, ഒത്തിരി ഫിലോസഫികളുണ്ട്. ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒത്തിരി മതങ്ങളുണ്ട്. അതിലെ ചില മതങ്ങൾ, ആ മതങ്ങളുടെ കർത്താക്കൾ, ദാർശനികന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത്,
ഞാൻ ഇനിയും വരികയില്ലെന്നാണ്. ബുദ്ധൻ അങ്ങനെ തന്നെ പറഞ്ഞായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഫോളോ മീ മൈ പ്രീസെപ്റ്റ്, ഫോർഗെറ്റ് മീ. എന്നെ മറക്കുക, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക എന്ന് പറഞ്ഞാണ് അദ്ദേഹവും കടന്നുപോയത്. എന്നാൽ ഞാൻ ഇനിയും വരും എന്നുള്ളൊരു വാഗ്ദത്ത ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ കർത്താവിനോടല്ലാതെ മറ്റാരോടും ചേർത്ത് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ആത്മീയ കാര്യങ്ങൾക്കൊക്കെയും ഒരു അടിസ്ഥാന ഭാഷ പോലെ സുറിയാനി ഉപയോഗിക്കുന്നുണ്ട്, ലാറ്റിനും കുറേ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് യവന ഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത്. ബൈബിൾ സെമിനാരികളൊക്കെ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കൊക്കെ അതറിയാം. ഈ സമറിയാക്കാരൻ്റെ ഈ കഥയോടുള്ള ബന്ധത്തിൽ ഒരു 3 വാക്കുകൾ ചേർത്ത് ചിന്തിച്ചാൽ ആ കഥയുടെ അന്തസാരം മനസ്സിലാകും എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അതിന് ഞാൻ 3 ഗ്രീക്ക് വാക്കുകൾ നിങ്ങളോടൊന്ന് പറയാൻ പോകുകയാണ്. നിങ്ങളത് ഓർമ്മ വെക്കുന്നത് നല്ലതാണ്. ഒരു വിസ്തൃതമായ ഒരു പഠനമല്ല, ചില ചിന്തകളാണ്. 1, ഒരു ദോഷവും ചെയ്യാതെ കടന്നുപോയ ആ പാവപ്പെട്ടവനെ ഒരു കാരണവും കൂടാതെ അപഹരിച്ച് അവനെ മരണത്തോളം എത്തിച്ച് കടന്നുപോയ ആ വ്യക്തി ആര്? ആ ചെയ്ത പ്രവൃത്തി എന്താണ്? മുമ്പ് ഇവിടെ മിനിസ്റ്റേഴ്സുമൊക്കെ സംസാരിച്ചപ്പോൾ അവരിൽ പലരും എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഇന്ന് ലോകത്തിൽ തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആദ്യം മുതലേ ലോകത്തിൽ തിന്മയുണ്ടായിരുന്നു. ദിസ് എ ഫോളൻ വേൾഡ്, ഇതൊരു അധപ്പതിച്ച ലോകമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് കുത്തനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ അഭിപ്രായമല്ല, അധർമ്മം പെരുകുമെന്ന് കുറഞ്ഞ പക്ഷം പൗലോസ്ലീഹ അതേ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരു ചെലന്തി വല സ്വതവേ ഉണ്ടാകുന്നതല്ല, ഒരു ചെലന്തി പണിയെടുത്തിട്ടാണ് വല ഉണ്ടാകുന്നത്. ലോകത്തിനിങ്ങനെ അധർമ്മം പെരുകുവാൻ കാരണം അതിൻ്റെ പിറകിൽ ഒരു ഏജന്റ് ഉണ്ട്, അതിൻ്റെ പിറകിൽ ഒരു വർക്ക്സ്മാൻ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, അധർമ്മമൂർത്തിയാണ്. അവൻ്റെ അഴിഞ്ഞ വ്യാപാരം ഈ ലോകത്തിൻ്റെ മുഖങ്ങളിൽ വെളിപ്പെട്ടതിൻ്റെ ഫലമായി അധർമ്മം പെരുകുകയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ കൊച്ചു പ്രായത്തിലൊക്കെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒത്തിരി പാപങ്ങളൊക്കെ ഇപ്പോൾ പത്രത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്. സത്യം, നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ഈ ഭാഷയൊക്കെ പഠിക്കാൻ ഇച്ചിരി മിടുക്കനായിരുന്നു. അങ്ങനെയുള്ള ഗവേഷണമൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ സങ്കല്പിക്കാത്ത പല പാപങ്ങളാണ് ഇപ്പോൾ പത്രത്തിലൊക്കെ കാണുന്നത്. അത് അധർമ്മമൂർത്തിയുടെ വ്യാപാരമാണ്. ഇതിന് ഗ്രീക്ക് ഭാഷയിൽ ഒരു വാക്ക് ഞാൻ പറയാൻ പോവുകയാണ്, മാഫിയ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലേ? മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് അനേക നിർദോഷികൾ ഉപദ്രവിക്കപ്പെടുന്നു, കൊള്ളയടിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, കുഞ്ഞുങ്ങൾ അനാഥരായി തീരുന്നു, മാതാപിതാക്കൾ മക്കളില്ലാത്തവരായി ഭവിക്കുന്നു. ഇതിൻ്റെ എല്ലാം കാരണം മാഫിയ പ്രവർത്തനങ്ങളാണ്. ഈ മാഫിയ കണ്ട് നമ്മൾ സഹികെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വേറൊരു വാക്കൂടെ പറയാൻ പോവുകയാണ്. സോഫിയ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, സോഫിയ. വല്ല കുട്ടികൾക്കും ആ പേരുണ്ടെങ്കിൽ ഒന്നുകൂടെ സന്തോഷം. സോഫിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിവ്, നോളജ് എന്നാണ്. മാഫിയ ഒരു തെറ്റായ അനുഭവമാണ്, ഇറ്റ്സ് എ ബാഡ് തിങ്. എന്നാൽ സോഫിയ തെറ്റായ കാര്യമല്ല. ജ്ഞാനം സമ്പാദിക്കുക, അറിവ് സമ്പാദിക്കുക ഒക്കെ നല്ല കാര്യമാണ്. ഈ കടന്നുപോയ 2 പേരും സോഫിയാക്കാരാണ്. ആര്? ഈ ലേവ്യനും. അവർക്ക് വിവരങ്ങൾ അറിയാവുന്നേ. ഈ കിടക്കുന്നവൻ ആരാന്നും അവനെ ആരാണ്ട് ഉപദ്രവിച്ച് ഈ അവസ്ഥയിലാക്കിയതാണെന്നും ഒക്കെ അവർക്കറിയാം. അവർ മൂലഭാഷകൾ വരെ പഠിച്ചവരാണ്. എന്നാൽ കുഴപ്പം ഞാൻ ചോദിച്ചാൽ, സോഫിയാന്ന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാനൊക്കെയല്ല, നിന്നാൽ നമ്മുടെ കാര്യം മുടങ്ങും. അതുകൊണ്ട് ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതാണ് സോഫിയയുടെ അടുത്ത റെസല്യൂഷൻ. കാര്യം മനസ്സിലായോ? അറിവിൻ്റെ കുറവ് കൊണ്ടാണോ ഈ ലോകം നശിക്കുന്നത്? എൻ്റെ ദൈവമേ, ഈ പാരിൻ്റെ അടിക്കല്ല് പാർത്തവരാണെന്ന് പറയുന്നത് ഇവിടുത്തെ ഋഷികൾ.
അതുപോലെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല. വളരെ വളരെ അറിവ് സമ്പാദിച്ച വലിയ ഡോക്ടറേറ്റൊക്കെ പാസ്സായ ആളുകൾ ഇപ്പോഴും ഉണ്ട്. എന്നെ അങ്ങനെയുള്ളവർ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരിൽ 2 പേരുടെ സംഭാവനകൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിലുണ്ട്. 4 വർഷം എന്നെ സെമിനാരിൽ പഠിപ്പിച്ചവരാണ്. വലിയ പണ്ഡിതന്മാരാണ്. സോഫിയായാണ്. അത് നന്നായിട്ട് അവരെഴുതിയിട്ടുണ്ട്. ആദാം ഒരു മനുഷ്യനല്ല. ആദാമിനെ ദൈവം സൃഷ്ടിച്ചതല്ല. ആദാം പരിണമിച്ചതാണ്. പരിണമിച്ചുണ്ടായതാണ് ആദാം. അത് പ്രോപ്പർ നെയിമല്ല, പ്രോനൗണാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വേറൊരു പണ്ഡിതൻ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു രക്ഷകനാണ്, പക്ഷെ ഏക രക്ഷകനല്ല. ദൈവത്തിന് പലരെ ഉപയോഗിച്ച് രക്ഷിക്കുവാൻ കഴിയും. ബുദ്ധനെ ഉപയോഗിക്കാൻ കഴിയും, മുഹമ്മദിനെ ഉപയോഗിക്കാൻ കഴിയും, ആ കൂട്ടത്തിൽ യേശുവിനെയും ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്നുള്ള ആ സത്യത്തെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. കണ്ടോ, അറിവ് കൂടിപ്പോയാൽ വരുന്ന കുഴപ്പം. അറിവ് അതിൻ്റെ ശരിയായ വഴിയിൽ വന്നില്ലെങ്കിൽ അറിവ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതായത് ഉത്തരവാദിത്വമില്ലാത്ത സോഫിയ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് മാഫിയായെ പോലെ തന്നെയുള്ളൊരു ദോഷമാണ്. അധികം അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കാതിരിക്കുന്നവൻ കൂടുതൽ അടികൊള്ളും. എന്നാൽ ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യൻ കടന്നു വന്നു. അവൻ മനസ്സിൽ തോന്നി ഇവനെ വീണ്ടും ഉദ്ധരിപ്പാൻ ശ്രമിച്ചു. ആവോളം ചെയ്തെന്ന് മാത്രമല്ല, ഒരു കാലാവധി നിശ്ചയിച്ചു. ഞാൻ ഇനി വരുമ്പം ഞാൻ പൂർണ്ണതപ്പെടുത്തിക്കൊള്ളാം, പൂർത്തീകരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. ആ പദ്ധതിക്ക് ഗ്ലോറിയ എന്നൊരു വാക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിൽ വെക്കാൻ കഴിയുമെങ്കിൽ ഈ നല്ല സമരിയാക്കാരൻ്റെ കഥ, നമ്മുടെ കർത്താവും മനുഷ്യവർഗവും ആയിട്ടുള്ള ഇടപാടിൻ്റെ ആ കഥ 3 പദങ്ങൾ കൊണ്ട് നമുക്ക് ഓർമ്മയിൽ വെക്കാൻ കഴിയും. സാത്താൻ മാഫിയ സൃഷ്ടിച്ചു. പിന്നെ സ്വാർത്ഥപരന്മാരായ മനുഷ്യർ സോഫിയ പ്രാപിച്ചു. പ്രശ്നം പരിഹരിപ്പാൻ കഴിഞ്ഞില്ല, അവർ ബൈപ്പാസ് ചെയ്ത് കടന്നുപോയി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഗ്ലോറിയ സൃഷ്ടിച്ചു. ഗ്ലോറിയ എന്ന് പറഞ്ഞാൽ തികവ്, മഹത്വം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആദാമിന് ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട്, ആദാമിന് നമ്മുടെ ജീവിത സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. വീടില്ലായിരുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന മാതിരിയുള്ള വസ്ത്രം പോലും ഇല്ലായിരുന്നു. മറിച്ച് തേജസ്സിൻ്റെ വസ്ത്രമാണ് അവർ അണിഞ്ഞിരുന്നത്. എന്നാൽ അവരുടെ കുടുംബജീവിതം വളരെ അനുഗ്രഹമായിരുന്നു. അവർ അന്യോന്യം കൈകാര്യം ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ അസ്ഥിയെന്നും എൻ്റെ മാംസമെന്നും അവർ വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ പിശാച് അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടെ അന്തരീക്ഷം മാറി വീണു. തൻ്റെ ഭാര്യയെ വിലമതിച്ച ആ മനുഷ്യൻ തൻ്റെ വൊക്കാബുലറിയൊക്കെ മാറ്റി. പ്രൈസലോ എന്ത് പറഞ്ഞെന്നറിയാമോ? എൻ്റെ കൂടെ ഇരിക്കേണ്ടതിന് നീ ഉണ്ടാക്കി തന്ന ഈ സ്ത്രീ എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണക്കാരൻ ആരാന്നറിയാമോ? ഒരു മാഫിയ പ്രവർത്തകനുണ്ട്. അവനാ ഈ കുടുംബത്തിൽ കയറി ഈ ശല്യമെല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇവൻ ഇട കൊടുക്കാതിരിക്കാമെങ്കിൽ നമ്മുടെ കുടുംബം മനോഹരമായിരിക്കും. ഇവനെ പ്രവേശിപ്പിക്കാതിരിക്കാമെങ്കിൽ നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാകും. ഇവൻ എവിടെ കയറിയാലും നാശമുണ്ടാക്കിയേ പിരിയുള്ളൂ. നമ്മുടെ അസിസ്റ്റന്റ് ഓഫീസർ എന്നോട് പറയായിരുന്നു, മുമ്പൊരിക്കൽ ഞാൻ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കഥ അദ്ദേഹം ഓർക്കുന്നെന്ന് പറഞ്ഞു. അതായത് ഒരു ആത്മീയനായ ഒരു മനുഷ്യൻ ഒരു പാപിയായി തീർന്നു. അവനെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്താനായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വേറൊരു സഭക്കാരവനെ തട്ടിക്കൊണ്ടുപോയി സെക്രട്ടറിയാക്കി. നോക്കണേ, ഈ പിന്മാറ്റക്കാരൻ ശരിപ്പെടുന്നതിന് മുമ്പേ അവനെ വേറൊരു ജോലിക്കാരനാക്കി ഒരു സഭയിൽ മാന്യമായൊരു പദവി അവന് കൊടുത്തു.
നമ്മൾ ഏത് അവസ്ഥയിൽ ജീവിച്ചാലും നമ്മളെ സല്യൂട്ട് ചെയ്യാനും ഒക്കെ ആളുകളുണ്ടായിരിക്കും. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക എന്ന ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഓടി നടന്ന് ആരുടെ എല്ലാം സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ സമ്പാദിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ് വേണ്ടിയത്. ഒരു പാട്ട് മലയാളത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ആ പാട്ടിൻ്റെ ആദ്യം ഇങ്ങനെയാണ്: ശോഭിത പട്ടണം, പാപദോഷങ്ങൾക്ക് പ്രവേശമില്ല യാതൊരു അശുദ്ധിക്കും എന്നാണ്. ഇവിടെ പ്രസംഗിച്ച പാസ്റ്റർ ബെൻസൺ മത്തായി തുടങ്ങിയ കർത്താവിൻ്റെ ദാസന്മാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് നക്ഷലാക്കി ഒരു ഗുളിക പരുവത്തിലൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. വാട്ട് ഈസ് ഇറ്റ്? അതെന്താ അത്? അശുദ്ധി എന്ന് പറയുന്നത് സാത്താൻ്റെ ചരക്കാണ്. അത് ദൈവത്തിൻ്റെ ചന്തയെ ചെലവാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. സാത്താൻ്റെ ചരക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ട് ദൈവത്തിൻ്റെ ചരക്ക് കൈമാറുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അല്ലാതെ പറയാൻ എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. കുറേ സമയത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു അനുഭൂതിയോ ഒരനുതാപമോ എന്തെങ്കിലും ആയിരിക്കാം നമ്മളിൽ പലരും പ്രതീക്ഷിക്കുന്ന. പക്ഷേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതല്ല, ഒരു ക്യാരക്ടർ ഫോർമേഷനാണ്. ഒരു ആളത്വത്തെ വാർത്തെടുക്കുന്ന ഒരു വിശുദ്ധിയാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയില്ല. സീസണല്ല നമ്മൾ മുമ്പേ കേട്ടല്ലോ, അത് ഫുൾ ടൈമാണ്. ഞാൻ 7 യാമങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. മൂലഭാഷയിൽ പഠിച്ചാൽ 7 പൂർണ്ണതയെ കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം കഴിയുമെന്നാക്കി 7 യാമങ്ങൾ കുറച്ചിട്ട് 3 ആക്കി. പിന്നെ നമുക്ക് വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ ഒന്നുകൂടെ അങ്ങ് മാറ്റി കാലത്തും വൈകിട്ടുമാണ്. പിന്നെ റേഡിയോയും ഒക്കെ വന്നതോടുകൂടി വൈകിട്ടത്തേതും മാറ്റി. അതിനും ഇതിനും എല്ലാം പോയി താമസിച്ച് കിടക്കുന്നതുകൊണ്ട് രാവിലത്തെയും പോയി. ചുരുക്കി പറഞ്ഞാൽ ദൈവബോധം എന്ന് പറയുന്നത് ജനിച്ച നാട്ടിൽ കൂടെ ഇല്ലാത്ത രീതിയിലായിട്ടുണ്ട്. എന്നാലും പേരെന്താണെന്നറിയാമോ? ക്രിസ്ത്യാനി, പെന്തിക്കോസുകാരൻ. പെന്തിക്കോസ് എന്നുള്ള വാക്കിന് 50-ാമത്തവൻ എന്നാണ്. 50-ാമത്തവൻ. ആത്മാവുമായിട്ട് ഒരു ബന്ധവുമില്ല ആ വാക്കിന്. എന്നോടൊന്ന് സംസാരിച്ച് നോക്കണം, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നീ പെന്തക്കോസുകാരൻ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, നീ ആത്മാവുള്ളവനാണോ? ദൈവത്തിൻ്റെ ആത്മാവുള്ളവനാണോ? അത് ഞാൻ സമ്മതിക്കാം. ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ അതിന് ഒത്തിരി റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്, റിഫ്ലക്ഷൻസ്. അതെന്താണെന്നറിയാവോ? കർത്താവ് തന്നെ പറഞ്ഞു, ആത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് സംസാരിക്കുമെന്ന്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രദർശനം മനസ്സിലാക്കാനുള്ള ഷുവർ സിംറ്റം എന്ന് പറയുന്നത്. ആത്മാവ് ഒരുത്തൻ എന്നിൽ വന്നാൽ അവന് യേശുവിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നവനായിരിക്കും. ആദിമസഭ അങ്ങനെ ആയിരുന്നല്ലോ. തമ്മിൽ കണ്ടാൽ ഉടനെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട് സുവിശേഷ യോഗങ്ങൾ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ആത്മീയം അങ്ങോട്ട് തണുത്തു തുടങ്ങിയപ്പോൾ, ഒരു മന്ദഗതിയിലായപ്പോൾ ഈ സുവിശേഷം ചോദിക്കുന്ന ആ ഭാഗത്ത് വിശേഷം ചോദിക്കാൻ തുടങ്ങി. പെണ്ണിനെ കെട്ടിച്ചെടുത്ത് എങ്ങനെ ഇരിക്കുന്നു? അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തായി ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൽ സങ്കടമുണ്ട്. ഇപ്പൊ അതും പോയിട്ട് കണ്ട ഉടനെ ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, പ്രിയമുള്ളവരെ, അനേകം ആത്മാക്കൾ ഈ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുന്നു. ആത്മാവെന്ന് കേട്ടാൽ ഉടനെ എല്ലാം കുരിശു വരയ്ക്കും. അങ്ങനെ ചെയ്യരുത്. ഏതാത്മാവാണെന്ന് തിരക്കിയേച്ചാൽ കുരിശു വരയ്ക്കാവും. പ്രൈസ് ദി ലോർഡ്.
അശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിനെയും തിരിച്ചറിയാൻ ഒരു പ്രയാസവും ഇല്ല. അതിനൊക്കെ നല്ല ലക്ഷണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഏതെങ്കിലും ആത്മാവല്ല, പരിശുദ്ധ ആത്മാവാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ എപ്പോഴും വിശുദ്ധിക്ക് വേണ്ടിയുള്ള അന്തർദാഹവും അതിനുവേണ്ടിയുള്ള ആവേശവും ഒക്കെയാണ്. ഞാൻ ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ കോരപുത്രന്മാരെ കുറിച്ച് കൊച്ചിലെ അല്ല, ഈ അടുത്ത കാലം വരെയൊക്കെ ചിന്തിക്കുമ്പോൾ അവരൊരുമാതിരി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആവേശം നോക്കുമ്പം മുഷ്ടിയൊക്കെ ചുരുട്ടി ചാടി ഇറങ്ങുന്നവരൊക്കെ ആണെന്നുള്ള രീതിയിൽ ഞാൻ അവരെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെയാണല്ലോ കോരകിൻ്റെ മത്സരത്തിൽ കോരക് വിള്ളലിലേക്ക് താണു പോയപ്പോൾ കോരകിൻ്റെ പുത്രന്മാർ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി അതൊരു വൈകാരിക പ്രകടനമല്ലായിരുന്നു, മറിച്ച് അവർ കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതലേ ദൈവബോധമുള്ളവരും ദൈവത്തെ അന്വേഷിക്കുന്നവരും ഒക്കെ ആയിരുന്നു. സംശയം ഉണ്ടെങ്കിൽ 42-ാം സങ്കീർത്തനം വായിച്ചു നോക്ക്. ഇങ്ങനെയാണ് കോരപുത്രന്മാർ പറയുന്നത്: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ആവേശം കൊള്ളുന്ന ഒരു ഭക്തൻ. മറിച്ച് പറയുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ദൈവസ്നേഹമില്ലാത്ത ഒരുത്തനെ നമ്മൾ കാലും കൈയും കെട്ടി ഇവിടെ കൊണ്ട് ഈ യോഗത്തിൻ്റെ മുമ്പിൽ ഇരുത്തിയെന്നിരിക്കട്ടെ, അവനെ ഒരു കസേരയിൽ ഇരുത്തി 5 മിനിറ്റ് ആകുന്നതിന് മുമ്പേ അവന് വാച്ച് നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അതിൻ്റെ അർത്ഥം ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പോകുവാനിടയാകും. ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നവരും ദൈവത്തെ വിട്ടുപോകുവാൻ ദാഹിക്കുന്നവരുമായ 2 തരത്തിലുള്ള ആളുകളുണ്ട്. അതിന് മുഴുവൻ സാത്താനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്, നമുക്ക് ലിബർട്ടി ടു സിലക്ഷൻ, നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ സഹകരണം കൂടെ അടിസ്ഥാനമാക്കി മാത്രമേ നമ്മളെ ദൈവത്തിന് വിധിക്കുവാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ഈ സമാപന രാത്രിയിൽ എൻ്റെ ദൈവമക്കളോട് പറയാനുള്ളത്, വേണ്ടുവോളം അറിവ് നമുക്കുണ്ട്, പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യണം. ഇവിടെ കേട്ട വാക്കുകൾ വിശുദ്ധിക്കകത്ത് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എഗ്രി ചെയ്യുന്നു. ഞാൻ എൻ്റെതായ 2 വാക്കുകളോട് ചേർത്ത് ഞാനത് ഇവിടെ സമാപിക്കുന്നു. ഒന്ന്, വിശുദ്ധിക്കകത്ത് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ വിഷയത്തിനകത്ത് ഒന്നിനെ വിട്ടുപിരിയുന്ന ഒരവസ്ഥയുമുണ്ട്, മറ്റൊന്നിനെ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയുമുണ്ട്. ഇസ്രായേൽ മക്കള് ഇതാ പാതിരാത്രിയിൽ ചെരുപ്പുമൊക്കെ ഇട്ട് അരകെട്ടി വടിയും പിടിച്ച് അവർ യാത്ര പോകുന്നു. മിസ്രൈമിൻ്റെ മണ്ണിനോട് അവർ യാത്ര പറയുകയാണ്. അത് വിശുദ്ധിയുടെ ഒരു വശമാണ്. അവർ മിസ്രൈമിൽ ഇനി തങ്ങുകയില്ല, മിസ്രൈമിനോട് അവർക്ക് ഈ ബന്ധമില്ല. എന്നാൽ അവിടെ ലാക്ക് എന്താണ്? ഞങ്ങൾ കനാനിലേക്ക് പോവുകയാണ്. മിസ്രൈം വിടുന്നവൻ കനാനിലെത്തണം, ഇല്ലെങ്കിൽ പിന്നെ ഈ വിട്ടതുകൊണ്ട് എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ നെഗറ്റീവും പോസിറ്റീവും കൂടെ നമുക്കൊന്ന് ചേർത്ത് ചിന്തിക്കാം. ഞാൻ ചിലതിനെയൊക്കെ വിട്ടു, എന്തിന്? മറ്റ് ചിലതിനെ സ്വന്തമാക്കുവാൻ വേണ്ടി. വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ: ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, അടുത്തത് കണ്ടാലും സകലതും പുതിയതായി തീർന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞു പോകുമെങ്കിൽ അതിനോട് ചേർത്ത് പറയാനുള്ളത് പുതിയതായി തീർന്നിരിക്കുന്നു. അങ്ങനെ വേണം. എന്നാൽ ദുഃഖമെന്ന് പറയട്ടെ, ചിലരുടെ ജീവിതത്തിൽ ഇങ്ങനെ പറയേണ്ടി വരുന്നു: പഴയത് കഴിഞ്ഞു പോയി, പുതിയത് ഇതുവരെ പ്രാപിച്ചിട്ടുമില്ല. അങ്ങനെ വരരുത്. നീ എന്തിന് ചിലതിനെയൊക്കെ വിട്ടു? ഞാൻ എന്നെ ഉയർത്തി പറയല്ല. ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ തന്നെ എൻ്റെ സതീർത്ഥ്യരും എൻ്റെ അധ്യാപകന്മാരും ഒക്കെ എന്നിലുള്ള ചില പ്രത്യേകതകൾ അവർ മനസ്സിലാക്കിയിരുന്നു. ഞാൻ സഭാധികാരികളുടെ അടുക്കൽ എൻ്റെ നിവേദനവുമായിട്ട് ചെന്നപ്പോഴും എന്നെ സുറിയാനിയൊക്കെ പഠിപ്പിച്ച മൽപ്പാൻ, അദ്ദേഹം പിന്നെ ഒരു മെത്രാപ്പൊലീത്തൊക്കെ ആയിത്തീർന്നു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദേവലോകം അരമനയുടെ ഫ്രണ്ടിൽ ഒരു തൂണെ ഞാനിങ്ങനെ ചാരി നിൽക്കുമ്പോൾ
അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. പോകരുത്, ഞങ്ങളെ വിട്ടു പോകരുത്, വരണം, ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കണം, ഞങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയിൽ സമ്പർക്കത്തിലായിരിക്കണം. എനിക്ക് അദ്ദേഹത്തോടൊന്നും പറയാൻ കഴിഞ്ഞില്ല, കാരണം നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോലെയൊക്കെയുള്ള നല്ല ആശയങ്ങളുള്ള വൈദ്യന്മാരാണ് ഇവിടെ ആവശ്യം, ഇവിടെ നിൽക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാൻ ചില യോഗങ്ങളിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഇങ്ങനെ യാത്രയിൽ പോകുമ്പോൾ ഒരു ഭാവനയാണ്. കാല് തെറ്റി അബദ്ധവശാൽ ഞാൻ ഒരു വലിയ കുഴിയിൽ, ഒരു കിണറ്റിൽ, ഒരു പൊട്ടക്കിണറ്റിൽ വീണു എന്നിരിക്കട്ടെ. ഞാൻ അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുക. ഉടനെ ഒത്തിരി പേര്, മുമ്പേ പറഞ്ഞ പോലെ സോഫിയാക്കാർ ഒത്തിരി പേര് ഈ ശബ്ദം കേട്ട് വന്നപ്പോൾ ഒരാൾ ഈ കിണറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ വീണ് കിടക്കുക. ഇന്നാരാന്നും അവർക്ക് മനസ്സിലായി. എന്നെ ഒന്ന് കയറ്റണേ എന്ന് ഞാൻ നിലവിളിച്ചപ്പോൾ ചില എന്നോട് ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ കിടക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് വളരെ പ്രയോജനമുണ്ട്. ഒന്ന് ചോദിച്ചാൽ, ഇങ്ങനെ വീഴുന്നവരെ ഇനി ആശ്വസിപ്പിക്കാമല്ലോ, ധൈര്യപ്പെടുത്താമല്ലോ. വീഴുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ, മേലാൽ വീഴാതെ സൂക്ഷിക്കാനുള്ള അതേ വഴികൾ, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെപ്പോലെ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നെ അവിടെ നിൽക്കണമെന്ന് പ്രേരിപ്പിച്ച ആളുകളോട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്കെൻ്റെ രക്ഷയാണ് വലിയ വിഷയം. താൻ ചത്തിട്ടെന്തിനാ മീൻ പിടിക്കുന്നത്? ഞാൻ വ്യക്തിത്വം, അല്പം ഫിലോസഫിയൊക്കെ പഠിച്ച ആളുകൾക്കറിയാം, ഈ ഫിലോസഫിയിലെ ഈടേറിയ ഒരു പദമാണ് എക്സിസ്റ്റൻസ്, അതായത് ആസ്തിക്യം. ഇല്ലാതിരിക്കുന്ന അവസ്ഥയേക്കാൾ ശ്രേഷ്ഠമാണ് ഉള്ള അവസ്ഥ. ഞാനിവിടെ ഇന്ന് ലോകത്തിലുണ്ടാകാതിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് പ്രസംഗിക്കുകയില്ലായിരുന്നു. നിങ്ങൾക്ക് ആസ്തിക്യം ദൈവം തന്നില്ല എന്നെങ്കിൽ നിങ്ങളിവിടെ വരികയില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എക്സിസ്റ്റൻസ്. ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ ഉണ്മയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല, ഒരു നരകത്തിൽ നമ്മുടെ ആസ്തിക്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ ആസ്തിക്യം ഒരു നിത്യ രക്ഷയായിരിക്കണം. അതുകൊണ്ടാണ് നരകത്തിൽ പോകരുത്, അതുകൊണ്ടാണ് സ്വർഗത്തിൽ നമ്മുടെ നിത്യത ആയിരിക്കണമെന്ന് വേദപുസ്തകം ശക്തിയായി പഠിപ്പിക്കുന്നത്. മേ ഐ സ്റ്റോപ്പ് ഹിയർ? ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. എനിക്ക് കർത്താവിൻ്റെ വരവ് ഒരു വലിയ വിഷയമാണ്. അത് എൻ്റെ ഒരു വിശ്വാസ വിഷയമാണ്. എന്നാൽ ആ തീയതി എനിക്കറിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതിന് കാരണം ഞാൻ പറയാം. ഈ തീയതി നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ ദൈവമേ, പോകുന്നിടത്തെല്ലാം അലതല്ലിക്കരച്ചിലും ബഹളവും ഒക്കെയായിരുന്നു. കൊലപാതകൻ വരെ നാളെയാണ് കർത്താവിൻ്റെ വരവെന്ന് തിട്ടമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അലറിക്കരഞ്ഞ്, മാനസാന്തരമല്ല, ചുമ്മാതെ തന്ത്രപരമായ ഒരു അനുതാപം ഉണ്ടാക്കുമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നു? സമയം പറഞ്ഞിട്ടില്ല. സമയം പറയാതിരിക്കുന്നതിൻ്റെ ടെക്നിക്ക് എന്നാ ചോദിച്ചാൽ, എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനെ ചേർക്കാൻ വേണ്ടിയാണ്. കടപൂട്ടും മുമ്പേ വിളക്കിനെണ്ണ പടുതയായി വാങ്ങിച്ചു കൊണ്ടിടായിൽ, കൊടിയോര് രാത്രിയിൽ ദീപമെന്നിയേ ഇടരോടിരുളിൽ ഇരുന്നു പോകും എന്ന് പാട്ടുകാരൻ പാടി. അർത്ഥം, മരണം വരും മുമ്പ് മർത്യരെല്ലാം ശരിയാക്കിയിടണം നിജാത്മകാര്യം. ആർക്കറിയാം? മനുഷ്യൻ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ കർത്താവിൻ്റെ വരവോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മരണമോ സംഭവിക്കാം. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കറക്ഷൻ ഇല്ല, തിരുത്തലുകൾ സാധ്യമല്ല. ഓരോരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണം അവൻ പ്രാപിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഞാനൊരു കൊച്ചു ബാലകനായിരിക്കുമ്പോൾ, ഓർത്തഡോക്സിലാണ്, സൺഡേ സ്കൂളുമൊക്കെ അവിടെ പഠിക്കുന്നെങ്കിൽ തന്നെയും ഞങ്ങളുടെ അടുത്ത് മർത്തമ്മക്കാരുടെ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ ഞാനവിടെ പോയി നല്ലപോലെ വചനം കേൾക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് പ്രസംഗിക്കുന്ന ഉപദേശിമാരൊക്കെ കർത്താവിൻ്റെ ക്രൂശിനെ ഉയർത്താതെ അവർ പ്രസംഗിക്കത്തില്ല. യേശു കാൽവരിയിൽ മരിച്ചതിനെയാണ് അവർ ശക്തിയായി അവരുടെ ദൂതുകളിൽ ഉയർത്തിപ്പറയുന്നത്. ഇന്നത്തെ പോലെ ഒരു സമാപന രാത്രിയാണ് അവരുടെ കൺവെൻഷൻ അവസാനിക്കുന്ന രാത്രിയാണെങ്കിൽ അത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് പ്രസംഗിക്കുന്ന ഉപദേശി ആരായാലും തരക്കേടില്ല, കർത്താവിൻ്റെ വരവെന്ന് പറയുന്ന ആ വിഷയം ശക്തിയായി ഉന്നയിച്ചുകൊണ്ട് അതിനുവേണ്ടി ജനത്തെ ആഹ്വാനം ചെയ്ത് പ്രസംഗിക്കുമായിരുന്നു.
മാമ്പഴം പൊഴിയുന്ന പോലെ ആളുകൾ രക്ഷിക്കപ്പെടുന്നതും കണ്ടിട്ടുണ്ട്. തല്ലിപ്പഴിപ്പിക്കുകയല്ല, മൂത്ത് പഴുക്കുക. പ്രൈസ് ദി ലോർഡ്. ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞോണ്ട്. ഇന്ന് കരച്ചിൽ പകരമല്ല, ഉള്ളിയും കയ്യിൽ കരുതിയിട്ടുണ്ടോ എന്നറിയത്തില്ല. കണ്ണുനീര് വേണമല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കൊച്ചു പെൺകുട്ടിയെ ഒരിക്കൽ ഞാൻ അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വല്യമ്മച്ചി മരിച്ചുപോയി. അപ്പോൾ അതിനുള്ള ബന്ധത്തിൽ ഈ പെൺകുട്ടിയെ ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, മോളെ അമ്മച്ചി മരിച്ച അടുത്ത് പോയോ? ഇല്ല. ഞാൻ ചോദിച്ചു, ഞാനൊരു കുസൃതി ചോദ്യം പോലെ അവളോട് ചോദിച്ചു, മോളെ കരഞ്ഞോ അമ്മച്ചി മരിച്ചത്? ഉടനെ ആ കുട്ടി പറഞ്ഞു കേൾക്കണോ, എന്നെ കൊണ്ടുപോയില്ലല്ലോ. എന്നെ കൊണ്ടുപോയില്ല, അതുകൊണ്ട് കരഞ്ഞില്ല. അപ്പം അതിനകത്ത് ആത്മാർത്ഥ അത്രയേ ഉള്ളൂ. പോയിരുന്നേ കരഞ്ഞേനെ. നമ്മുടെ ജീവിതത്തിലെ അതേ സകലവും നിത്യതയുള്ള ബന്ധത്തിലായിരിക്കണം. നമ്മൾ എന്തിനു വിട്ടു, നെവർ ടു ടേക്ക് ഇറ്റ് ബാക്ക്, അത് തിരിച്ചെടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ മതങ്ങളിൽ വിശുദ്ധീകരണം ഊന്നി പറയുന്ന ഒരൊറ്റ മതം, ഇതൊരു മതമല്ലെങ്കിൽ പോലും ക്രിസ്തുമാർഗത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ശുദ്ധീകരണം എംഫസൈസ് ചെയ്ത് പറയുന്നത്. മറ്റു മതങ്ങളൊക്കെയും സോഫിയായാണ്, അതേതെങ്കിലും തരത്തിൽ അത് എന്തെങ്കിലുമൊക്കെ പ്രാപിക്കുന്ന കാര്യമാണ്. അവിടെ ശുദ്ധീകരണം ഒരു വിഷയമല്ല. എന്നാൽ നമ്മുടെ മാർഗത്തിൻ്റെ പ്രത്യേകത ഇത് ശുദ്ധീകരണമാണ്. ഒടുവിലായിട്ട് ഞാൻ ഇങ്ങനെയും കൂടെ പറയുന്നു, ഈ ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാടെന്താണ്? നിങ്ങളുടെ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ, നമ്മുടെ കർത്താവിനെ പോലെ ആയിത്തീരുവാൻ വേണ്ടിയുള്ള ഒരു ശുദ്ധീകരണമാണിത്. അല്ലാതെ എവിടെയോ കണ്ട് നമ്മളെ തളയ്ക്കാൻ വേണ്ടിയുള്ളതല്ല. നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ ലാസ്റ്റ് പോയിന്റ്, നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം. എൻ്റെ ഉപമാനം തെറ്റിപ്പോകുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കൂ. ഒരു വിചിത്രമായ ഒരു ഭാവനയാണ്. ഒരു നല്ല സായിപ്പിൻ്റെ തലയും ഒരു നീഗ്രോയുടെ ഉടലും കൂടെ ചേർന്ന് എങ്ങനെ ഇരിക്കും? ഒന്ന് എനിക്ക് നോക്കി. ഉപമിക്കാൻ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉപമിച്ചത്. നമ്മുടെ കർത്താവ് ശിരസാണ്, ഒരു ദോഷവുമില്ലാത്തവനാണ്, പെർഫെക്റ്റ് ആണ്. വിസ്താര കോടതികൾ മാത്രമല്ല, അവനോട് ഇടപെട്ടവരെല്ലാം പറഞ്ഞു അവൻ്റെ ഒരു കുറ്റവുമില്ല, ഒരു പാപവുമില്ല. അവനോട് ചേരുന്ന ഒരു ശരീരം മറ്റു വല്ലതുമായിരുന്നാൽ മതിയാകുമോ? ആ ശിരസിൻ്റെ സമാനമായ യോഗ്യതകൾ തന്നെ ആയിരിക്കണം ഈ ശരീരത്തിനും. അത് കുറഞ്ഞ ഒന്നുകൊണ്ടും നമ്മൾ തൃപ്തരാകരുത്. ഈ വ്യാജം പറയുന്ന ആളുകളുണ്ട് കേട്ടോ. പെന്തിക്കോസ്തി വ്യാജം പറയുന്നവരുണ്ടോ എനിക്കറിയത്തില്ല, ഉണ്ടായിരിക്കും. അയ്യോ, വ്യാജം പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇടപെടുന്ന കണ്ടാൽ ഇവർ സ്വർഗത്തിൽ നിന്ന് ഇന്നലെയാണോ ഇന്നാണോ വന്നെന്നുള്ള ഡേറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ, നിന്റെ കർത്താവ് കള്ളം പറഞ്ഞ് നടന്നായിട്ട് നീ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അവൻ നുണ പറഞ്ഞിട്ടുണ്ടോ? അവൻ കൂനാങ്കുരുക്കിട്ടിട്ടുണ്ടോ? അവൻ കുടുംബകലഹം ഉണ്ടാക്കിയിട്ടുണ്ടോ? അവൻ തമ്മിൽ തല്ലിച്ചിട്ടുണ്ടോ? അവനൊരു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നം പരിഹരിച്ചേച്ചേ അവൻ പോയിട്ടുള്ളൂ. നീയോ ഞാനോ വല്ലതും ആയിരുന്നെങ്കിൽ കല്യാണ വിരുന്നിൽ കാനായി ചെന്ന് അവിടെ വീഞ്ഞില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു കത്തിക്കുത്തും ഉണ്ടാക്കിയേച്ചേ പോവുള്ളൂ. എന്നാൽ യേശു ചെന്നതിൻ്റെ ഫലമായി ദ ബെസ്റ്റ് ഫോർ ദ ലാസ്റ്റ് എന്നാണ്. ഇത്ര നല്ലത് എവിടെ ഇരുന്നു എന്നാണ്. പെന്തക്കോസ്തുകാരാ, നീ പാസ്റ്ററായിരിക്കാം, ഞാനൊരു സുവിശേഷകനായിരിക്കാം, ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മളൊരു വീട്ടിൽ ചെന്നാൽ നമ്മുടെ ഇടപെടൽ നിമിത്തം അവിടെ ഒരു സമാധാനം ഉണ്ടായി. അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ഭാര്യയും ഭർത്താവും നമ്മളെ വിളിച്ചാൽ അതൊന്നുകൂടെ ടെൻഷനാക്കിയിട്ട് പോരരുത്, മറിച്ച് ഒരു കോംപ്രമൈസുമല്ല, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. കാരണം കർത്താവ് ഈ ലോകത്തിൽ വന്നത് കോംപ്രമൈസിന് വേണ്ടിയല്ല, സൊല്യൂഷന് വേണ്ടിയാണ്. അവന് പരിഹാരം വരുത്തുവാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നവനാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാന യോഗ്യതകളിൽ കുറഞ്ഞ യാതൊന്നും പഠിപ്പിക്കരുത്. ഒരു പാസ്റ്ററുടെ പൂർണ്ണതയല്ല, ഒരു ബിഷപ്പിൻ്റെ പൂർണ്ണതയല്ല, ഒരു മാലാഖായുടെ പൂർണ്ണതയല്ല, യേശുവിനെ പ്രസവിച്ച വിശുദ്ധ മറിയാമിൻ്റെ പൂർണ്ണതയല്ല, യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണത. അത് പ്രാപിക്കുന്നത് വരെ സഭയൊരിക്കലും മൗനമാകരുത്, സഭയൊരിക്കലും അതിൻ്റെ പ്രവൃത്തി അവസാനിപ്പിക്കരുത്. വി ഹോപ്പ്, എനിക്കറിയില്ല അടുത്ത ജനറൽ കൺവെൻഷൻ ഉണ്ടാകുമോ, ഉണ്ടായിരുന്നത് വളരെ സന്തോഷമായിരുന്നു. അന്ന് ലോകത്തിൽ എത്ര പേരുണ്ടായിരിക്കുമെന്നോ ലോകത്തിന് മുഖച്ഛായ എന്തായിരിക്കുമെന്നോ ഒന്നും എനിക്കറിയില്ല.
എന്നാൽ ഒന്നെനിക്കറിയാം, ഈ യോഹന്നാൻ അപ്പോസ്തലൻ ഉൾപ്പെട്ട ആളുകൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം നെടുവീർപ്പിട്ടോണ്ടൊടുവിൽ അവർ നിലവിളിച്ചത്, കർത്താവേ നീ വരണമേന്ന്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ വരവ് കൊണ്ടല്ലാതെ ഈ ഭൂമിയെ നന്നാക്കിയെടുക്കുവാൻ, ഈ മാനവജാതിയെ ഉദ്ധരിച്ചെടുക്കുവാൻ വേറെ സാധ്യതയില്ല എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവർ എംഫസൈസ് ചെയ്ത് പറഞ്ഞത്, കം ലോർഡ് ജീസസ്, യേശുവേ നീ വരണമേ എന്ന്. പ്രിയരെ, അതിനുള്ള മറുപടി കർത്താവിൻ്റെ ഒടുവിലത്തെ വാഗ്ദത്വം തന്നെയാണ്, ഇതാ ഞാൻ വേഗം വരുന്നുവെന്നാണ്. തീയതി നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, സമയം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് സദാകാലം ഉണർന്നും ഒരുങ്ങിയും ഇരിക്കാം. നമ്മളിൽ ഉള്ള ദോഷങ്ങളെ നമുക്ക് തിരുത്തിയെടുക്കാം, സ്ഥാനമാനങ്ങളൊക്കെ നമുക്ക് വിട്ടുകളയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യേശുവിനെ ഇപ്പോഴും യേശുവേ നീ എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ എന്നെ ആരെങ്കിലും ഒന്ന് നീ എന്ന് പറയാമെങ്കിൽ ഉണ്ടോ, ഞാൻ കൂടെ കേസ് കൊടുക്കും. പൗലോസിനെ റവറൻഡ് പൗലോസ് എന്ന് ഇതുവരെ ഒരിടത്തും ഞാൻ വായിച്ചിട്ടില്ല. അത് കേട്ട് ആത്മലോകത്ത് ഇരിക്കുന്ന അദ്ദേഹത്തിനോട്ട് വിരോധവുമില്ല. പ്രേരിച്ചല്ലോ, നമ്മുടെ ബഹുമാനവാചി ഒരല്പം താഴോട്ട് പോയാലുണ്ടല്ലോ നമ്മൾ ക്രുദ്ധിക്കും. നമ്മുടെ കർത്താവിനെ പോലെ സ്വർഗം വെടിഞ്ഞ് താഴേക്ക് വന്നു. പുത്രനായിരിക്കുമ്പോൾ തന്നെ ദാസനായി. യെശയ്യാ പ്രവചനത്തിലെ മർമ്മം അതാണ്, പുത്രൻ ദാസനായി. എനിക്ക് ഒത്തിരി സമയമുള്ള ഒരു സമയത്ത് കർത്താവിനെ കുറിച്ച് ചിലതൊക്കെ ഒന്ന് പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതിനകത്ത് സബ്ജക്റ്റ് ഇതായിരിക്കും. ഒന്ന്, ബെത്ലഹേം ഗോശാല, അവിടെ ആ തുടക്കം. വഴിയമ്പലത്തിൽ തലവില്ലാഞ്ഞിട്ട് പുൽത്തൊട്ടിയിൽ കിടത്തി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ പിടിച്ച് രാജാവാക്കാൻ തുടങ്ങിയപ്പോൾ കഴുതയുടെ പുറത്ത് വാഹനമേറി. അതിനു മുമ്പ് ഓരോ രാജാക്കന്മാരാരും കഴുതപ്പുറത്ത് അങ്ങനെ വാഹനമേറിയിട്ടില്ല. മൂന്നാമത്, മർക്കോസിന്റെ മാളികയിൽ തൻ്റെ അംശവസ്ത്രം അല്ല മേൽക്കുപ്പായ ഊരി വെച്ചിട്ട് ശുശ്രൂഷയുടെ ഒരു തുവർത്തെടുത്ത അരയിൽ ചുറ്റിക്കൊണ്ട് ദാസന്മാരുടെ കാലുകൾ കഴുകി. അടുത്തത്, സ്വന്തക്കാർ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ പോലും അകലം പാലിച്ചപ്പോൾ ഗെത്സമനാൻ തോട്ടത്തിൽ ആ വൃക്ഷങ്ങളുടെ ഇടയിൽ കിടന്നുകൊണ്ട് ഏകനായി ദൈ വിൽ നോട്ട് മൈ വിൽ, പിതാവേ നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ആത്യന്തികമായിട്ട് പ്രൈസ് ദി ലോർഡ്, കാൽവരിയിൽ കാഴ്ചക്കാരല്ലാതെ കൂടെ കട്ടം സഹിക്കാൻ ആരുമില്ല, ഏകനായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നടുവിൽ താൻ തൂട്ടിക്കുക. നമുക്കൊക്കെ ആണെങ്കിൽ തന്നെ ഒരു കല്ലറ എവിടെയോ റിസർവേഷൻ കിടപ്പുണ്ട്, അങ്ങനെ അനാഥരായിട്ട് ആരും ഇവിടെ വന്നിട്ടില്ല. എന്നാൽ തമ്പുരാനെ അടക്കാനായിട്ട് അരിമത്യാക്കാരൻ യൗസേപ്പിൻ്റെ നീക്കോദിമോസിൻ്റെയും സഹകരണത്തിൽ ഒരു കല്ലറ കടം വാങ്ങിയാണ് ആ കാര്യം നിർവഹിക്കപ്പെട്ടത്. ഈ ലോകത്തിൽ നമ്മൾ ഒന്നുമില്ലാത്തവരായി തീർന്നാലും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രീതനായിരിക്കുന്നു എന്നുള്ള ദൈവശബ്ദം കേൾക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് ഭാഗ്യമേ ഭാഗ്യം. കൈകളെ ഉയർത്തി എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഞാൻ വരുന്നു ക്രൂശിങ്കൽ, സർവവും നമുക്ക് എഴുന്നേറ്റുന്ന പാട്ട് പാടി ധ്യാനിച്ച് ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചുകൊണ്ട് പാടാം. വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കാൻ എന്നെ ഇപ്പോൾ ശരണം എൻ കർത്താവേ. വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കാൻ
തികഞ്ഞ സമർപ്പണത്തോടെ ഞാൻ വരുന്നു ക്രൂശിൽ